നിയമസഭയിൽ രാവിലെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ഇന്ന് ചർച്ച നടക്കാൻ പോകുകയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ സഭ പ്രക്ഷുബ്ധമായേക്കും. അതേസമയം രാഹുലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്ന കാര്യത്തിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഇന്ന് നിർണായക യോഗം ചേരുകയാണ്. കൂടാതെ TP കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകിയതിനെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്താണ് നൽകുന്നത്. പ്രശാന്ത്, ഇന്നിപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണല്ലോ ഈ ദിവസം. ഗൗതം, സഭാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുകയും ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിഷേധങ്ങൾ അത് തുടരുന്നൊരു സാഹചര്യമുണ്ട്. സഭയ്ക്ക് പുറത്തും അകത്തുമായിട്ട് ആ പ്രതിഷേധങ്ങൾ തുടരുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ്, അതായത് സഭാ നടപടികൾ ആരംഭിക്കുന്നത് തൊട്ട് മുമ്പ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം അറിയിച്ചത്. IC ബാലകൃഷ്ണനും AK അഷ്റഫ് അടക്കമുള്ള MLA മാർ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധ സമരം നടത്തുമെന്നതടക്കമുള്ള കാര്യമാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷം സമരത്തിലാണ്. ആ സമരം തുടരുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് തുടർന്ന് സഭാ നടപടികളുമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷമാണ് ഈ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് അടിയന്തര പ്രമേയം തന്നെയായിരിക്കും. അടിയന്തര പ്രമേയത്തിൽ ഇത്തരത്തിൽ ഈ TP പ്രതികൾക്കടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർക്ക് വാരിക്കോരി ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിലാണ് അടിയന്തര പ്രമേയം നൽകുക. ആ വിഷയത്തിൽ അടിയന്തര പ്രമേയം ഉണ്ടാകും. ഇതിൽ